بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله تحفة المحتاج രണ്ടാം വാള്യം പേജ് 30 ദുആഉൽ ഇഫ്തിതാഹ് സുന്നത്താണ്. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ, ചൊവ്വായ സ്ഥിതിയിൽ, ഐ മായിലൻ അൻ കുല്ലിൽ അദിയാനി വത്തൊറായിഖി, എല്ലാ ദീനുകളിൽ നിന്നും എല്ലാ വഴികളിൽ നിന്നും ചാഞ്ഞവരായി തെറ്റിയവരായി, ഇലാ ദീനിൽ ഹഖ് വത്വരീഖിഹി, സത്യമായ ദീനിലേക്കും അതിന്റെ മാർഗത്തിലേക്കും ചാഞ്ഞവരായ സ്ഥിതിയിൽ, ഹനീഫൻ. ഇവിടെ ഹനീഫത്തൻ എന്ന് പറയേണ്ടതില്ല, സ്ത്രീയാണെങ്കിലും ഹനീഫൻ എന്നാണ് പറയേണ്ടത്. വതഅതി ബിഹി, ഹനീഫൻ എന്നതിനെ കൊണ്ടുവരണം. വബിമാ ബഅദഹു, അതിന്റെ ശേഷം പറയുന്ന മുസ്ലിമൻ. വമാ അന മിനൽ മുശ്രിക്കീൻ, ഇവിടെയെല്ലാം കൊണ്ടുവരണം. അൽ മർഅത്തു, സ്ത്രീയും, ഐളൻ, പുരുഷൻ കൊണ്ടുവരുന്നത് പോലെ തന്നെയാണ് സ്ത്രീയും കൊണ്ടുവരേണ്ടത്. അല ഇറാദത്തി ഷഖ്സി, ഷഖ്സ് എന്ന ഉദ്ദേശപ്രകാരം. ഷഖ്സ് ആണായാലും പെണ്ണായാലും വ്യക്തി. അപ്പോ വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ മുശ്രിക്കുകളായ വ്യക്തികളിൽ പെട്ടവരല്ല എന്നർത്ഥം വരും. ഷഖ്സ് എന്നാണ് ഉദ്ദേശം. വയുഅയ്യിദുഹു, അതിന് ശക്തി നൽകുന്നതാണ് അംറുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പന. ലി ഫാത്തിമത്ത, ഫാത്തിമ ബീവിയോട് നബി തങ്ങൾ കൽപ്പിച്ചു. ബി ഇന്ന സ്വലാത്തി ഇലഹ്, ഇന്ന സ്വലാത്തി വ നുസുക്കി വ മഹ്യായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു ബിദാലിക ഉമിർതു വ അന മിനൽ മുസ്ലിമീൻ എന്ന് പറയാനാണ് കൽപ്പിച്ചത്. മിനൽ മുസ്ലിമാത്ത് എന്നല്ല, മിനൽ മുസ്ലിമീൻ എന്ന് പറയാൻ തന്നെയാണ് നബിയുടെ കൽപ്പന. ഇൻദ ശുഹൂദി ഉളുഹിയ്യതിഹ, ഫാത്തിമ ബീവി അവരുടെ ഉളുഹിയ്യത്തിന് ഹാജരാകുന്ന സമയത്ത്. അപ്പൊ അവിടൊക്കെ ഷഖ്സ് എന്ന് ഉദ്ദേശിക്കുക എന്ന നിലക്കാണ്. വബിഹി, ഇപ്പൊ രണ്ട് തഅ്വീലാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ഒന്നുകിൽ ഷഖ്സ് എന്ന് ഉദ്ദേശിക്കുക, രണ്ടാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അംറ് തന്നെയുണ്ട്. സ്ത്രീയോട് പറഞ്ഞപ്പോഴും മിനൽ മുസ്ലിമീൻ എന്ന് പറയാനാണ് പറഞ്ഞത്. ഇത് രണ്ടുകൊണ്ടും യുറദ്ദു, തള്ളപ്പെടുന്നതാണ് ഖൗലുൽ അസ്നവി, അസ്നവി ഇമാമിന്റെ വാക്ക്. എന്താണ് അസ്നവി ഇമാം പറഞ്ഞത്? അൽ ഖിയാസു അൽ മുശ്രിക്കാത്തി അൽ മുസ്ലിമാത്തി എന്നൊക്കെയാണ് പറയേണ്ടത്. മിനൽ മുശ്രിക്കീൻ എന്നുള്ളിടത്ത് മുശ്രിക്കാത്ത് പെണ്ണ് പറയുമ്പോൾ അങ്ങനെയാണ് പറയേണ്ടത്. മിനൽ മുസ്ലിമീൻ എന്ന് പറയുമ്പോൾ അൽ മുസ്ലിമാത്ത് എന്നാണ് വജ്ജഹത്തുയിൽ ഒക്കെ പറയേണ്ടത് എന്ന അസ്നവി ഇമാമിന്റെ ഖൗല് തള്ളപ്പെടുന്നതാണ്. വ ഖൗലു ഗൈരിഹി, അസ്നവി ഇമാം അല്ലാത്തവരുടെ ഖൗലും തള്ളപ്പെടും. എന്താണ് അസ്നവി ഇമാം അല്ലാത്തവർ പറഞ്ഞത്? അൽ ഖിയാസു ഹനീഫത്തൻ മുസ്ലിമത്തൻ എന്നാണ് പറയേണ്ടത്. വഹുവ, ഹനീഫൻ എന്നത് ഹാലുൻ, അത് ഹാലാകുന്നു, അതിന്റെ തർക്കീബ് ഹാലാണ്. മിൻ വജ്ഹിയ, വജ്ഹിയ എന്നതിൽ നിന്ന് ഹാലാണ്. എന്റെ ദാത്തിനെ ഞാൻ സമർപ്പിച്ചിരിക്കുന്നു, എന്റെ ദാത്ത് തന്നെ ഹനീഫായ സ്ഥിതിയിൽ എന്നർത്ഥം. ഖീല, അവിടെ ഒരു അഭിപ്രായമുണ്ട്. ലാ മിൻ ലമീരി വജ്ജഹ്തു,
വജ്ജഹ്തുവിന്റെ ലമീറിൽ നിന്നല്ല ഹാല്. വജ്ജഹ്തു ഞാൻ സമർപ്പിച്ചിരിക്കുന്നു, മുന്നടിയിച്ചിരിക്കുന്നു, ഞാൻ തന്നെ ഹനീഫൻ ഹനീഫായ സ്ഥിതിയിൽ എന്ന രൂപത്തിൽ ലമീറിൽ നിന്ന് ആണ് എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. അതും അല്ല എന്നൊരു ഖീല. അതെന്താ വജ്ജഹ്തുവിന്റെ ലമീർ ആവരുത് എന്ന് പറയാൻ കാരണം? അല്ലാ യൽസമ തഅനീസുഹു, ഹനീഫൻ എന്നതിനെ മുഅന്നസാക്കൽ ലാസിമാവാതിരിക്കാൻ വേണ്ടി. വജ്ജഹ്തു എന്ന് സ്ത്രീ പറയുമ്പോൾ ഞാൻ മുന്നിൽ സമർപ്പിച്ചിരിക്കുന്നു ഹനീഫത്തൻ എന്ന് പറയേണ്ടി വരുമല്ലോ എന്ന രൂപത്തിൽ തഅനീസ് വരാതിരിക്കാൻ വേണ്ടിയാണ് വജ്ജഹ്തുവിന്റെ ലമീറിൽ നിന്ന് ആവരുത് എന്ന് പറയുന്നത്. അതൊരു ഖീല മാത്രമാണ്. വയുറദ്ദു, ആ ഖീലനെയും റദ്ദു ചെയ്യപ്പെടും. ബി അന്നഹു ഇദാ ഫുരിദ, സങ്കൽപ്പിക്കപ്പെട്ടാൽ, അന്നൽ മുറാദ അശ്ശഖ്സു, ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് ഷഖ്സ് എന്നാണ്. അപ്പോ വജ്ജഹ്തു ഞാൻ മുന്നടിച്ചു എന്ന് പറഞ്ഞാൽ സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ ഞാൻ എന്ന വ്യക്തി സമർപ്പിച്ചിരിക്കുന്നു എന്ന ആ ഷഖ്സാണ് മുറാദെന്ന് സങ്കല്പിക്കപ്പെടുമ്പോൾ ലം യൽസം ദാലിക, ആ പറയുന്ന പ്രശ്നം അവിടെ ലാസിമാകുകയില്ല. ഇത് ഹനീഫൻ എന്നതിന് തഅനീസാക്കൽ ലാസിമാകുകയില്ല, വരേണ്ടതില്ല. മുസ്ലിമൻ, ഹനീഫൻ കഴിഞ്ഞതിന്റെ ശേഷം മുസ്ലിമൻ. വമാ അന മിനൽ മുശ്രിക്കീൻ, വജ്ജഹ്തുവിന്റെ ദുആഉൽ ഇഫ്തിതാഹപ്പെട്ട ഭാഗങ്ങളാണ്. മുസ്ലിമൻ എന്നതിന്റെ ശേഷം വമാ അന മിനൽ മുശ്രിക്കീൻ എന്നത് തഅ്കീദുൻ ലായിഖുൻ ബിൽ മഖാമി, സന്ദർഭത്തോട് യോജിച്ച ഒരു മാനവിയായ തഅ്കീദാണ്, ശക്തിപ്പെടുത്തലാണ്. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.